Yo guys, welcome back to another brand new video. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല പ്രോഫിറ്റബിൾ ഇയർ ആവട്ടെ ഇതെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ യൂറോ USDൻ്റെ ഈ ഒരു വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ നമ്മളിവിടെ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ഹൈയും ലോയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, നമ്മളോട് അടുത്തൊരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇതൊരു മന്ത്ലി ചാർട്ടാണ് യൂറോ USDൻ്റെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ ഒരു സപ്ലൈ ലെവൽ ഉണ്ട്. സോ നമ്മളിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഹൈ ലോ ഹയർ ഹൈ ലോ ലോ മാർക്കറ്റ് ഹൈ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ ലെവൽ നമ്മളിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാനിപ്പുലേഷൻ ആൻഡ് സ്ട്രക്ചർ ബ്രേക്ക്. സോ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്ലൈ ഏരിയയാണ്. ഓക്കെ, സോ ഈ ഒരു സപ്ലൈ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറന്റ് വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് കറന്റ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാത്തൊരു ഡിമാൻഡ് ഏരിയയും ഉണ്ട്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ ഒരു റിയാക്ഷൻ ടിൽ ഈ ഒരു ഡിമാൻഡും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യാം കമ്മിങ് വീക്സിൽ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഡിമാൻഡ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തത്. അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫെയർ വാല്യൂ ക്യാപ്പ് നമുക്കിവിടെ ഫിൽ ചെയ്യാത്ത ഏരിയ ഉണ്ട്. സോ എന്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിലേക്ക് മിനിമം വരാനുള്ളൊരു ചാൻസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ വോള്യം ആയിരിക്കും മാർക്കറ്റിൽ പൊതുവെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാങ്ക് ഹോളിഡേയ്സ് ആണ്. ഇപ്പോൾ ഓപ്പണിംഗ് ഡേയിൽ തന്നെ മൺഡേ, അതുപോലെ നെക്സ്റ്റ് ഡേയിലും ഒരുപാട് ബാങ്ക് ഹോളിഡേയ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഫ്രൈഡേയിൽ ഒരു മേജർ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, 7 മണിക്ക് നമ്മളെ NFP. സോ ഇതൊരു മേജർ ന്യൂസാണ്. സോ ഇതുവരെയുള്ള ഡേയ്സിൽ, ഇപ്പോൾ ഈ ഫ്രൈഡേ വരെയുള്ള ഡേയ്സിൽ പൊതുവെ മാർക്കറ്റിൽ വോള്യം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 8th മുതൽ കാണാൻ പറ്റും മൺഡേ മുതൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ യൂറോ USDൻ്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റീച്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഒരു റിയാക്ഷൻ ടിൽ ഈ ഒരു FVG അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഫ്റ്റർ കൺഫർമേഷന് ശേഷം ഈ ടിൽ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്തായിട്ട് GBP USDൻ്റെ കേസാണ്. അപ്പോൾ GBP USDയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ഇയറിലെ ഹൈയും ലോയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഹൈ തന്നെയാണ്. സോ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുക്കാനായിരിക്കും വളരെ ചാൻസ്. സോ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സെയിം യൂറോ USDയിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു സപ്ലൈ സോൺ നമ്മൾ കാണാൻ കഴിയും. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ലിക്വിഡിറ്റി ഗ്രാബ് തന്ന ഏരിയയാണ്. സോ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിയാക്ഷൻ GBP USDൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർലി ഒരു ബുള്ളിഷ് മാനർ തന്നെയാണ് കറൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും റീസെൻ്റ്ലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതൊക്കെ അപ്പ് സൈഡിലോട്ടാണ്. കറൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്തില്ല? ഒരു ഡിമാൻഡ് ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. ഓക്കെ, സോ നമ്മൾ റീസെൻ്റ് ബ്രേക്ക്, അതുപോലെ റീസെൻ്റ് ലോ, അതുപോലെ അടുത്തൊരു ബ്രേക്ക്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഏരിയാസ് നമ്മൾ കാണാൻ കഴിയും. ഈ ഒരു ഡിമാൻഡ് ഏരിയ, അതുപോലെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയയും കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ലെവൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇവിടെ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി മാർക്കറ്റ് ഈ ഒരു ഏരിയ ആയിരിക്കാം. ഓക്കെ, സോ വൺസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിലേക്കുള്ള ഷോർട്ട്, അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ പ്രൈസിലേക്കുള്ള ബൈയും എന്ത് ചെയ്യാം? ആഫ്റ്റർ കൺഫർമേഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. ഓക്കെ,
സോ ഈ ഒരു വീക്ക് ട്രേഡ് എടുക്കാതിരിക്കുന്നതാവും ഏറ്റവും ബെറ്റർ, കാരണം ഈ ന്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, സോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് കുറച്ചിട്ടുള്ള 1% റിസ്ക് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 0.5% റിസ്ക്, ആ രീതിയിൽ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, 8-ാം തീയതിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.